15 മുതൽ 17 വരെ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഹോർമൂസും ആഗോള സമ്പദ്ഘടനയും ഉച്ചകോടിയിൽ പ്രധാന ചർച്ചയാകും. ഉച്ചകോടിയെപ്പറ്റി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ജൂൺ 15 മുതൽ 17 വരെ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയാണ്. എന്തെല്ലാം വിഷയങ്ങളാകും ഉച്ചകോടിയിൽ പ്രധാന ചർച്ചയാകുക? അതുമാത്രമല്ല, ആരൊക്കെയായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാമെന്നുള്ളൊരു ആവശ്യം കൂടി ഉയർന്നിരിക്കുന്നത്? രോഹിണി, തീർച്ചയായും ഈ ജൂൺ 15 മുതൽ 17 വരെ നടക്കുന്ന അല്ലെങ്കിൽ ജൂണിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന തീരുമാനം ഇന്ന് ഔദ്യോഗികമായി അറിയിച്ചത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ S ജയശങ്കറും ഭാരതത്തിലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ വിദേശകാര്യ ചുമതലയുള്ള മന്ത്രി ജീൻ നോയൽ ബാരറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ്. ഇപ്പോൾ ഫ്രാൻസിൽ നടക്കുന്ന G7 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. നമുക്കറിയാവുന്നതാണ്, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ തന്നെ ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ G7 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹോർമൂസ് വിഷയം. ഹോർമൂസ് വിഷയത്തിൽ നമുക്കറിയാവുന്നതാണ്, UK സംവിധാനങ്ങൾ, സൈനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകുന്നൊരു നീക്കമുണ്ടായിരിക്കുന്നു. ജപ്പാൻ്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതായത് തങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കാം ഹോർമൂസിൽ ഇടപെടാനെന്ന് കൃത്യമായി അറിയിച്ചിരിക്കുന്നു. അതുപോലെ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തടയുന്നതിന് അല്ലെങ്കിൽ അതിനെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് ഇടപെടൽ നടത്താമെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഹോർമൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടപെട്ട രാജ്യങ്ങളാണ്. അമേരിക്കയും തീർച്ചയായും ഇടപെട്ട ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഇടപെടലാണ് പ്രധാനമായും ഹോർമൂസിൻ്റെ ആ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈനിക വിന്യാസവുമായും അല്ലെങ്കിൽ അനുബന്ധമായ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പാവുക. അക്കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമൂസ് കുറെ കൂടി സ്വതന്ത്രമാക്കുന്നതിന്, അതായത് ഇറാൻ്റെ ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ ഹോർമൂസ് പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകൾ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്തുക എന്ന ഒരു അജണ്ടയായിരിക്കും G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിമാരുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന G7 ഉച്ചകോടിയിൽ ഉണ്ടാവുക എന്നാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആഗോള സാമ്പത്തിക വിഷയങ്ങളുടെ ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാകും. അതിൽ സ്വാഭാവികമായും ഈ അധിക താരിഫ് സംബന്ധിച്ച വിഷയങ്ങളും അതുപോലെ തന്നെ പരസ്പര സ്വതന്ത്ര വ്യാപാര ധാരണ സംബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും കാലിക പ്രസക്തവുമായ വിഷയം എന്ന് പറയുന്നത് ഹോർമൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. നിലവിൽ ഇന്ന് വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലും ഇനിയും വരാനിരിക്കുന്ന ചർച്ചകളിലുമെല്ലാം തന്നെ ഹോർമൂസ് ഒരു നിർണായക വിഷയമായി തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിനും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 20% ലോകത്തിൻ്റെ എണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഇടനാഴിയായതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വാണിജ്യ സ്പന്ദനത്തിൽ നിർണായകമായൊരു മിടിപ്പായി നിലനിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ കൃത്യമായും സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങൾക്ക് വലിയ പ്രാധാന്യം ലോകരാഷ്ട്രങ്ങൾ നൽകുന്നു എന്നതിനെ ഏറ്റവും അവസാനത്തെ ഒരു സൂചന കൂടിയായി G7 രാജ്യങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനെ നിരീക്ഷിക്കാവുന്നതാണ്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.